ഹെർബാലൈഫും യുണൈറ്റഡ് വേ എന്ന NGO കൂടി സംയുക്തമായിട്ട് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 2023 മുതൽ 25 വരെ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പഞ്ചായത്തിൽ നമുക്കറിയാം അവർക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, പദ്ധതികളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്കറിയാം 16 അംഗനവാടികളിൽ ന്യൂട്രീഷൻ ഫുഡ് വിതരണം ചെയ്തു. അതുപോലെ തന്നെ ന്യൂട്രീഷൻ കോർഡിനേറ്റർമാരെ നിയോഗിച്ചു. 2 കമ്മ്യൂണിറ്റി ഹാളുകൾ, ഒന്ന് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ്, അതുപോലെ 2 ലൈബ്രറികൾ കോടൂര്, കല്ലൂര് ഭാഗത്ത്, തകരപ്പാടിയിൽ ഒരു ദൈവപുര, അതേപോലെ തന്നെ 25ഓളം ആൺകുട്ടികൾക്ക് ഫുട്ബോൾ ട്രെയിനിങ്, അവർക്കുള്ള ടൂർണമെന്റ്, 15ഓളം വനിതകൾക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് വോളിബോൾ കിറ്റുകൾ വിതരണം ചെയ്തു. അതുപോലെ ബഡ്സ് സ്കൂളിൽ നമുക്കറിയാം മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അവർക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള യൂറോപ്യൻ ടോയ്ലറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ യുണൈറ്റഡ് വേ NGOയുടെ നേതൃത്വത്തിൽ ഹെർബാലൈഫിന്റെ CSR ഫണ്ട് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ 2022 നമ്മൾ ഹെർബൽ ലൈഫുമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് മാറിയത്. കാരണം നമുക്ക് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്ത് ഞങ്ങളെ എന്താ പറയുക ഒന്ന് കൈപിടിച്ച് ഉയർത്തുന്നതിനായിട്ട് വന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇത് ഞങ്ങളുടെ പണ്ട് കാലത്ത് ഇത് പുല്ലും മുളയും കൊണ്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങൾ പറയുന്നത് അമ്പലം എന്ന് പറയും, മലയാളത്തിൽ ഇപ്പോൾ ദൈവപ്പുരയാണെന്ന് പറയാം. അതിനുശേഷം ഇങ്ങനെ ഒരു നല്ലൊരു ഈ ദൈവപ്പുര കിട്ടിയപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ദൈവം കാണുന്ന പരിപാടിയുണ്ട്, പിന്നെ കല്യാണം എന്നിവയാണ് ഇതിൽ നടത്തുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്ത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കുന്നത്. ആദ്യം ലൈബ്രറി ചോർന്നൊലിച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഉണ്ടായിരുന്നതാണ്. വാതില്, ജനല് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോ ചോർച്ചൊക്കെ ഉണ്ടായിരുന്നാണ് ആദ്യം. ഇവിടെ ഇത്ര വലിയ, ഇവിടുന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നശിച്ചു പോയി. ഇതൊക്കെ കുറെ ബുക്കുകളൊക്കെ അങ്ങനെ മഴ പെയ്തിട്ട് നശിച്ചു പോയിരുന്നു. ഇപ്പൊ ഈ ഹെർബൽ ലൈഫിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്ത് കിട്ടിയോണ്ട് വലിയൊരു ഉപകാരമാണത്. രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പേജ് രചിക്കാൻ നിങ്ങൾ കാരണമായാൽ നിങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും. യുണൈറ്റഡ് വേയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് അംഗൻവാടി മോഡിഫൈ ചെയ്തത്. അതിന് മുൻപ് നമ്മൾ അംഗൻവാടി പ്രവർത്തിക്കുന്നതിന് വളരെയധികം ത്യാഗം സഹിച്ചിരുന്നു. ബാത്റൂം സൗകര്യം ഉണ്ടായിരുന്നില്ല, കുടിവെള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയായിരുന്നു. ഈ ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടി മോഡിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുമായി കുട്ടികൾക്കുള്ള പ്രീ സ്കൂൾ കിറ്റ് വളരെയധികം കുട്ടികൾക്ക് അത് പ്രയോജനകരമാണ്. അവരുടെ ബുദ്ധിവികാസത്തിനും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അവർക്ക് ഉല്ലാസം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു പ്രീ സ്കൂൾ കിറ്റാണ് നമുക്ക് യുണൈറ്റഡ് വേ നമുക്ക് സംഭാവന ചെയ്തത്. അതുപോലെ തന്നെ അംഗൻവാടി ആണെങ്കിലും വളരെ മനോഹരമാക്കി നമുക്ക് തന്നു. സ്കൂള് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, കൊച്ചുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ലോൺ കൊടുക്കുക, എല്ലാ അംഗങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സമ്മതമാണ്. കുടുംബശ്രീ മീറ്റിങ്ങുകളും എന്തൊരു ഫംഗ്ഷൻ വന്നാലും ഒരു മീറ്റിംഗ് കൂടാനുള്ളൊരു പറ്റിയൊരു സൗകര്യം ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാ കുടുംബശ്രീ കാർഡും പിന്നെ ഓരോരോ സ്ഥലത്ത് മെച്ചപ്പെട്ടു വന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഇത് പറ്റേ അവതാളത്തിലായി, ജനൽ പൊട്ടി, അങ്ങനെ എല്ലാം കൊണ്ടൊരു ബുദ്ധിമുട്ടായപ്പോൾ അങ്ങനെ വിഷമിച്ചിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ ഇതിൻ്റെ റിപ്പയറിനായിട്ട് കുറേ അപേക്ഷ വെച്ചായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇത്രയും വലിയ സൗകര്യത്തിൽ ഈ കുടുംബശ്രീ ഹാള് നന്നാക്കി തന്നത് തന്നെ ഏറ്റവും വലിയ ഉപകാരമാണ്.
നിങ്ങൾക്ക് അടുത്ത പീരീഡ് അടുത്ത പീരീഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരണം. അപ്പോൾ നമുക്ക് നിലവിൽ ഒരു ക്ലാസ് റൂമിൽ മാത്രമേ ഈ ഡിജിറ്റൽ ക്ലാസ് റൂമിന്റെ ഒരു ലഭ്യത ഉള്ളൂ. മറ്റു ക്ലാസ്സുകളിൽ കൂടി നമുക്ക് ഇതിന്റെ ഒരു ലഭ്യത ഉറപ്പാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഹെർബലൈഫിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നൂൽപ്പുഴ എന്ന പഞ്ചായത്തിലാണെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ഞങ്ങളുടേത്. ഈ വിദ്യാലയം ഗ്രാമപ്രദേശത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടും സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ടും ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ പഠിക്കുന്നത്. പ്രത്യേകിച്ചും 205 കുട്ടികൾക്ക് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനൊരു ശാശ്വത പരിഹാരം എന്ന വണ്ണം ഹെർബലൈഫും യുണൈറ്റഡ് വേ ബംഗളൂരു വഴി നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ടോയ്ലറ്റ് വളരെ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഞങ്ങൾക്ക് ലഭിച്ചു എന്നത് ഏറെ സന്തോഷകരമായ വസ്തുതയാണ്. മാസത്തിൽ 2 പ്രാവശ്യമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്നത്. പിന്നെ 15 പിള്ളേരാണ് ഇവിടെ ഉള്ളത്. 5 പിള്ളേരെ അമ്മമാര് പങ്കെടുക്കാറുണ്ട്. പിന്നെ അന്നത്തെ മെനു അനുസരിച്ചാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. യുണൈറ്റഡ് വേ ബാംഗ്ലൂര് വഴി ഒരു ചേർന്നാണ് ഇപ്പോൾ ഫുഡ് ഇവിടെ ഇറക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. രാവിലെ വന്നിട്ട് കഴിക്കരുത് എന്താ ടീച്ചറേയും ചോദിച്ചിട്ടാണ് വരിക. അപ്പോൾ ഫുഡ് പിന്നെ തിങ്കളാഴ്ച ദിവസം നമുക്ക് ഈ മെനു അല്ല. അപ്പോൾ തിങ്കളാഴ്ച അവർക്ക് ആ ഫുഡ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മോക്ക് ആദ്യം കൊണ്ടുണ്ട് ചില സമയത്ത് അവര് സാമ്പാർ, ഇഡ്ഡലി, പിന്നെ ദോശ, ചട്നി അതൊക്കെ കൊടുക്കാറുണ്ട്. എല്ലാം കൊടുക്കാറുണ്ട്. അങ്ങോട്ട് കുട്ടികൾക്ക് നല്ല മാറ്റമൊക്കെ കാണാറുണ്ട് ഇപ്പോൾ.